അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മദദ് ഖുർആൻ ക്ലാസ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ചായിട്ട് ഞങ്ങൾ ചൊന്നു വന്നിട്ടുള്ള സൂറത്തു മറിയമിലെ 33 ആയത്തായിട്ട്. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിലിൽ കിടാവായിട്ടിരിക്കുമ്പോ പലക്ക പറഞ്ഞ സംഭവം അതുമായി സംബന്ധപ്പെട്ട വിഷയങ്ങളായിട്ട് മുന്നത്തെ ക്ലാസ്സിൽ ചെന്ന് അതിലെ ബാക്കിയായിട്ട് ഉണ്ട്. 34-ാമത്തെ ذَلِكَ عِيسَى ابْنُ മറിയം قَوْلَ الْحَقِّ الَّذِي فِيهِ يَمْتَرُونَ. ആ ചൊന്നത് ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ചായിട്ട് അത് യഥാർത്ഥമായിട്ട് ആ ഈസാ നബിയുടെ വിഷയത്തിലായിട്ട് അങ്ങ് എന്താക്കിക്കൊണ്ടുള്ളേ, സംശയിച്ചോണ്ടുള്ളേ, അങ്ങ് ഹൈറാനത്തിലായിട്ടുള്ളേ, അള്ളാഹുടെ മോനുണ്ടോ അല്ലെ അള്ളാഹ് പടച്ചോനുണ്ടോ, ഇങ്ങനെ നസാറാക്കൽ എന്താക്കിക്കൊണ്ടല്ലേ, സംശയിച്ചുണ്ടല്ലോ. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ആ ക്രിസ്ത്യാനികൾക്ക്, ആ നസാറാക്കൾക്ക് അങ്ങക്ക് ഉറച്ചൊരു അഭിപ്രായം ഇല്ല. അങ്ങ് ഈസാ നബി അലൈഹിസ്സലാം ഈസാ നബി അലൈഹിസ്സലാം പിറമ്പ് തന്നെ പെത്തിട്ട് ആ തൊട്ടിൽ കിടാവായിട്ടിക്കുമ്പോ ചെന്ന് ഈസാ നബി അലൈഹിസ്സലാം ചെന്ന് അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുടെ അടിമേട്ട ഈസാ നബി അലൈഹിസ്സലാം ചെന്നത്. അതിനെ സംബന്ധിച്ചായിട്ട് ഈ ക്രിസ്ത്യാനികൾ, അതായത് നസാറാക്കൽ അണ്ട് ചൊന്നറിയുന്നേ ഈസാ നബിയെ കുറിച്ചിട്ട് പടച്ചോണുണ്ടും പടച്ചോനും മോണുണ്ടും മറിയമ്പിയെ സംബന്ധിച്ച് അള്ളാഹുടെ പെഞ്ഞായിട്ടും ഇങ്ങനെ വേണ്ടാത്ത വിശ്വാസങ്ങളൊക്കെ വിശ്വസിച്ചായിട്ടിരിക്കുന്നത്. അതാ ചൊന്നത് അല്ലദീ ഫീഹി യംതറൂൻ മാ കാന ലില്ലാഹി അൻ യത്തഖിദ മിൻ വലദ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആലക്ക് അവന് കഥ മക്കളില്ല. അവന് അള്ളാഹുക്ക് മക്കളാക്കാന്നുള്ളത് ഏത് യോജിച്ചതല്ല. സുബ്ഹാനഹു, അവൻ എത്ര പരിശുദ്ധൻ അല്ലെ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആലയെ സംബന്ധിച്ചായിട്ട് ഈ വേണ്ടാത്ത ചൊന്നേ സുബ്ഹാനോ, അള്ളാഹു പരിശുദ്ധൻ, അതിനെ തൊട്ട് എത്രയോ മേലെയായിട്ട്. ഇദാ ഖദാ അംറൻ, അള്ളാഹു ഒരു കാര്യത്തെ തീരുമാനിച്ചെങ്കിൽ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അതിൽ ഉണ്ടാവട്ടെ അവൻ ഉദ്ദേശിക്കും, അത് ഉണ്ടാവും. അപ്പൊ അള്ളാഹു പടക്കറേന്ന് ചെന്നെങ്കിൽ അങ്ങനെ ആയിട്ടില്ല. അതായത് മനുഷ്യന്മാരെ പോലെ അല്ല. മനുഷ്യന്മാർക്ക് പടപ്പകമില്ല. ആരെങ്കിലും ഒരു അവ കെട്ടിയാൻ കണ്ടെങ്കിൽ ഇത് അവത്തെ പടച്ചിടാറുണ്ട് ഞാൻ കേൾക്കില്ല. അതിൽ കെട്ടിടാറുണ്ട് കേൾക്കല്. കെട്ടിടുമ്പോ ഒരു പക്കത്തെ വസ്തു എടുത്താന്നിട്ട് ഉടയെ വെച്ചിട്ട്, അപ്പൊ ഭൂമിയിലെ പിന്നൊരുപക്കത്തെ കല്ലെടുത്താന്ന് ഉടയെ കെട്ടിയിട്ട് അത് ഇതാക്കല്. ഇത് പടക്കലല്ല. അതേ സമയത്ത് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ഇത്രക്കും വിശാലമായ ഭൂമി, ആകാശ ഇതെല്ലാം സൃഷ്ടിച്ചതും നിയന്ത്രിച്ചുകൊണ്ടുള്ളതും സൃഷ്ടിച്ചുകൊണ്ടുള്ളതൊക്കെ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അവൻ ഉദ്ദേശിക്കും, അത് നടക്കരുത്. അപ്പൊ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ഇദാ അറാദ ഫഇന്നമാ യഖൂലു ഇദാ ഖദാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. അത് ഉണ്ടാവട്ടെ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ഉദ്ദേശിക്കുമ്പോൾ അത് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ആയിട്ട് അള്ളാഹു താല പടക്കറ്. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും പടക്കാവില്ല. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാമിന്റെ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ഉണ്ടാവട്ടിട്ട് ഉദ്ദേശിച്ചപ്പോ അത് ഉണ്ടായി. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുടെ മോനല്ല. അള്ളാഹ് മക്കളുണ്ടാക്കുക എന്നുള്ളത്, മക്കളുണ്ടാവുക എന്നുള്ളത് അത് യോജിച്ചതേ അല്ല. അത് പടപ്പുകൾ ഇട്ടുക. അതായിട്ട് ഈ ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അണ്ടത്തെ ആ നസാറാക്കൽ അങ്ങ് വിശ്വസിച്ചത് ഹിന്ദു അങ്ങനെ തന്നെ ആയിട്ടിക്കടെ. ഈസാ നബിയെ കുറിച്ച് ചൊല്ലത് അങ്ങ് ദൈവപുത്രനിട്ട പടച്ചോന്റെ മോനുണ്ടും ചെറിയ പടച്ചോനുണ്ടും ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയുടെ മറിയം ബീവിയുടെ അള്ളാഹുടെ പെഞ്ഞായിട്ടൊക്കെ അങ്ങ് വിശ്വസിക്കണങ്ങായിട്ടിക്கிறாർ. അപ്പൊ അതിനെ പടച്ചോനായി അങ്ങ് സ്വീകരിക്കണങ്ങായിട്ടിക്கிறாർ. അങ്ങനെയല്ല. അള്ളാഹു അതിനെ തൊട്ട് എത്രയോ പരിശുദ്ധൻ. അള്ളാഹുക്ക് പെഞ്ഞായോ മക്കളോ ഇതൊന്നും അള്ളാഹില്ല. അപ്പൊ അള്ളാഹുടെ പടപ്പുകളെ പോലെ കണ്ടത് കൊണ്ടായിട്ടിക്கிறாങ്ങ. അള്ളാഹുടെ പടപ്പുകളൊട്ടിക്ക് തുല്യപ്പെടുത്തിയിറങ്ങ. സുബ്ഹാന, അല്ലാഹു പരിശുദ്ധൻ, പടപ്പുകളെ പോലെയല്ല. അപ്പൊ ഈ വറങ്ങിടെ, തിന്നിടെ, കുടിക്കിടെ, പെരെ, മരിക്കിടെ, ജനന ഇതൊക്കെ ആറുള്ളത് പടപ്പുകൾക്ക് ഉള്ളേ. പടച്ചവന് അതില്ല. പടച്ചവൻ പ്രപഞ്ചേന്ദ്രമാണ്. അതിനെ പ്രപഞ്ചത്തിലുള്ളതിനെ അതിലൊട്ടുക നോക്കിയിട്ട് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ഇങ്ങനെയൊക്കെ മനസ്സിലാക്കുകയില്ല. പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അള്ളാഹു താല. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആലയുടെ പോലെ ഒന്നുമില്ല. അപ്പൊ അള്ളാഹുടെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെ ചൊല്ലുകോ, ഈ പ്രപഞ്ചത്തുള്ളത് മാത്രമേ ഞങ്ങൾക്ക് ഗൊന്തവിടെ, ഞങ്ങൾക്ക് അത് മാത്രമേ ഞങ്ങൾക്ക് ഗൊന്തുള്ളേ അല്ലെ, അത് മാത്രമേ ഞങ്ങൾക്ക് മനസ്സിലാക്കൂ. അവിടെ അല്ലാത്തൊന്നും മനസ്സിലാക്കുക, അതിലെ ഉൾക്കൊള്ളുകയുള്ള ബുദ്ധി ഞങ്ങൾക്കില്ല. ഇപ്പൊ ഉദാഹരണക്ക് ഒരു 200 വർഷத்துக்கு മുന്നോല്
ഇങ്ങനത്തെ ഒരു യൂട്യൂബ് വെച്ചിട്ടൊരു ചാനൽ ഉണ്ടാവിടുമെന്ന് ചെന്നിട്ട് 200 വർഷத்துக்கு മുന്നിലുള്ള ആൾമാർക്ക് തെളിയാറത്തിലെ കണക്കിലെടുത്ത് ആൾമാർക്ക് ഇങ്ങനെ ചൊന്നു കൊടുത്താറ് ഇങ്ങനെ ഒരു യൂട്യൂബ് പണ്ട് ചൊന്ന് ആരെങ്കിലും ഒരാൾ ചൊന്നിട്ടിന്നെങ്കിൽ അണ്ടത്തെ ആൾമാർ എന്തൊക്കെ തോന്നുന്നുണ്ട് ഒരു പിറാന്താൻ ചൊല്ലലെന്ത ചെന്ന് അതങ്ങൾക്ക് ഉൾക്കൊള്ളുക ആപത്തെനിക്ക് തോന്നായിട്ടില്ല. അപ്പൊ ഇണ്ടത് അങ്ങനെയല്ല. 200 വർഷം തൊട്ട് 50 വർഷத்துக்கு മുന്നല്ലോ ഇങ്ങനെ ഒരു വസ്തു പണ്ട് അതിലിങ്ങനെ ആവിടും ചെന്നെങ്കിൽ അത് അണ്ട് മനുഷ്യന്മാർക്ക് ഉൾക്കൊള്ളുകാവില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ട് ഇങ്ങനത്തെ ഒരു വ്യവസ്ഥയല്ല. ഇന്ത്യപ്പാൾമാർക്ക് ചെന്നെങ്കിൽ അത് കൊന്തവറും. അപ്പോ മനുഷ്യരത് ചൊല്ലത് അറിവും അവണ്ട് ഇതൊക്കെയുള്ള ഒരു പരിമിതിക്കത്. അപ്പൊ ഞങ്ങൾക്ക് പ്രപഞ്ചത്തുള്ളത് മാത്രമേ ഞങ്ങൾക്ക് ഉൾക്കൊള്ളുക, അവിടെ മനസ്സിലാക്കുക, അവിടെ അള്ളാഹും റസൂലും ചൊന്തന്നതെല്ലാം ഞങ്ങൾ വിശ്വസിക്കരുത്. അതേ സമയത്ത് അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ പടപ്പുകളെ പോലെയല്ല. പിന്നെ അങ്ങനെ അള്ളാഹുടെ കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കണേ, അള്ളാഹുടെ സിഫത്തുകളെ കൊണ്ടേ മനസ്സിലാക്കണേ. എങ്ങനെ അള്ളാഹു ഏകനാണ്, അവൻ സർവാധികാരമുള്ളവനാണ്, എല്ലാത്തെയും പടച്ചവനാണ്, എല്ലാം കാണുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിവുള്ളവനാണ്, എല്ലാം ഉദ്ദേശിക്കുന്നവനാണ്. ഇങ്ങനെ അള്ളാഹുടെ സംബന്ധിച്ച് അള്ളാഹുടെ സിഫത്തുകളെ കൊണ്ട് തന്നെയായിട്ട് അള്ളാഹുടെ മനസ്സിലാക്കട്ടെ. അല്ലാണ്ട് കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, അല്ലെ ഇങ്ങനെയുണ്ട്, ഇത്ര അകലം ചൊന്നിട്ടൊന്നും അള്ളാഹുടെ സംബന്ധിച്ച് ചൊല്ലുകയില്ല. അപ്പൊ അത് ഞങ്ങളോട്ട് അങ്ങനെ ചൊല്ലുക. അള്ളാഹുടെ മനസ്സിലാക്കേണ്ടത് ഈ പടപ്പുകളെ നോക്കിയിട്ടായിട്ട് ആകാശ ഭൂമി ഇത്രക്കും അത്ഭുതകരമായ ലോകങ്ങൾ, സൂര്യ ചന്ദ്ര ഇതിലെല്ലാം നോക്കിയിട്ടായിട്ട് ഞങ്ങൾ ആരെ മനസ്സിലാക്കേണ്ടത്? ഇതിലൊക്കെ പടച്ച് നിയന്ത്രിക്കുന്ന റബ്ബ് സുബ്ഹാനഹു തആലയെ മനസ്സിലാക്കണം. അപ്പൊ അള്ളാഹ് ഞങ്ങളെ ശരീരത്തിമേ നോക്കിയമ്മേ അല്ലെ, കണ്ണുണ്ട്, ഈ കണ്ണ് എത്ര നല്ലൊരു പ്രവർത്തനമായിട്ട് കണ്ണെടുത്തല്ലേ, എല്ലാം കാണുകയുള്ളൂ, കാതുണ്ട്, ഞങ്ങളെ ശരീരത്തെ അവയവങ്ങൾ ഒരു പാർട്ട് ഇതിലെല്ലാം മനസ്സിലാക്കിയെങ്കിൽ ഇതൊക്കെ പടച്ച് നിയന്ത്രിച്ചുകൊണ്ടുള്ള റബ്ബ് അവന്റെ കഴിവ് എന്തൊരു കഴിവായിട്ടിക്കൂ, എന്തൊരു ശക്തിയായിട്ടിക്കൂ. അപ്പൊ ഇങ്ങനെയായിട്ട് അള്ളാഹുടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ ആയത്തിൽ ചൊന്നത് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ഈസാ നബി അലൈഹിസ്സലാമുടെ ഉണ്ടാവട്ടുണ്ട് ഉദ്ദേശിച്ചപ്പോ ഈസാ നബി അലൈഹിസ്സലാം ഉണ്ടായിട്ട് ഈസാ നബി അള്ളാഹുടെ അടിമയായിട്ടിക്കട്, അള്ളാഹുടെ നബിയായിട്ടിക്കട്, റസൂലായിട്ടിക്കട്, അല്ലാണ്ട് മോനല്ല. മാ കാന ലില്ലാഹി അൻ യത്തഖിദ മിൻ വലദ്, മക്കളുണ്ട് എന്നുള്ളത് അള്ളാഹുടെ സംബന്ധിച്ച് ചൊല്ലുക തീറ. സുബ്ഹാന, അള്ളാഹു എത്ര പരിശുദ്ധൻ. സുബ്ഹാനല്ലാഹ് ചൊല്ലിയ ദിക്ർ വളരെ മഹത്വമായ ദിക്ർ. എന്തേ? സുബ്ഹാനല്ലാഹ്. അള്ളാഹുടെ സംബന്ധിച്ച് വേണ്ടാത്തതല്ല ചൊല്ല ആൾമാറുള്ളത് അല്ലെ, അതിനെ തൊട്ട് എത്രയോ മേലെയായവനായിട്ട്. ഇതൊന്നും അള്ളാഹുടെ സൈഡിക്ക് യോജിച്ചതേ അല്ല, അള്ളാഹുടെ ആ സ്ഥാനത്ത് ഇതൊന്നും യോജിച്ചതേ അല്ല എന്ന് മനസ്സിലാക്കാൻ അള്ളാഹുടെ തൻസിയാക്കണം ചൊല്ല, അള്ളാഹുടെ പരിശുദ്ധിയെ പുകഴ്ത്തി ചൊല്ല എന്നുള്ളത്. അതല്ല ഖുൽ ഹു അല്ലാഹു അഹദ് എന്ന സൂറത്ത് അള്ളാഹുടെ സംബന്ധിച്ച് പഠിപ്പാറ്റ സൂറത്തായിട്ടിരിക്കണേ. ഖുർആന്റെ 1/3 എന്ന സ്ഥാനത്ത് അത് എത്തിത്ത് എന്തുകൊണ്ട് ചെറിയ സൂറത്തെങ്കിലും അത് 1/3 ഭാഗത്തത്ര പവറുള്ള സൂറത്തായത് കാലി അള്ളാഹുടെ സംബന്ധിച്ചും അള്ളാഹുടെ വിശേഷങ്ങളെ കുറിച്ചും അതിൽ വിവരിക്കുന്നത് കൊണ്ടായിരിക്കണേ. അപ്പൊ അള്ളാഹുടെ കുറിച്ച് അറിയണം, മനസ്സിലാക്കണം. അത് എങ്ങനെ കേട്ടെങ്കിൽ അള്ളാഹുടെ ഈ പടപ്പുകൾക്കുള്ള ഈ ആകാശ ഭൂമികളുള്ള അജായിബുകളെ നോക്കി അള്ളാഹുടെ മനസ്സിലാക്കണം. ഞങ്ങളുടെ ശരീരത്തുള്ള അത്ഭുതങ്ങളെ നോക്കി ഇതിനെ സൃഷ്ടിച്ച റബ്ബ് സുബ്ഹാനഹു തആല എത്ര അറിവുള്ളവൻ എന്ന് ഞങ്ങൾ മനസ്സിലാക്കണം. അല്ലാണ്ട് ഈ പേരെ മരിക്കിടെ, ജനിക്കിടെ, ദയിക്കിടെ, എനിക്കിടെ, നിക്കിടെ, കിടക്കിടെ, വർക്ക് പണ്ടേ, ഉദാസനവിടെ, ബച്ചിടെ, ഇതല്ല പടപ്പുകൾക്കുള്ളത്. ഇതിലൊട്ട് കാര്യം ഞങ്ങൾ ടാലിയാക്കത്തീറ, പടച്ചോണ്ടെ ടാലിയാക്കത്തീറ. പടച്ചോന്റെയും പടപ്പുകളെയും ഒരുപോലെ കണ്ടത് കൊണ്ടായിട്ട് ഇവിടുത്തെ സലഫിയല വിശ്വാസം അങ്ങനെയല്ല. അള്ളാഹു ഒരു കുറിച്ചും തെച്ചിട്ടുള്ളത് ഞറഞ്ഞറാണ്ടായോണ്ടുണ്ട്, അള്ളാഹുക്ക് 2 കൈയുണ്ട്, 2 കൈയും വലത്തതുണ്ട്. ഇങ്ങനെയെല്ലാം വേണ്ടാത്ത വിശ്വാസങ്ങളാണ് മുസ്ലിമീങ്ങളെ അങ്ങ് തൗഹീദ് കൊണ്ടേതല്ല, അങ്ങ് ശിർക്കുക മുസ്ലിമീങ്ങളെ എത്തുവാറ്റിയത്. തൗഹീദ് അങ്ങ് കൊണ്ടേതല്ല, മുസ്ലിമീങ്ങളെ ശിർക്ക് കൊണ്ടേറ്റാ എത്തുവാറ്റിയത്. എങ്ങനെ? അള്ളാഹുടെ സംബന്ധിച്ച് വേണ്ടാത്ത വിശ്വാസങ്ങളാണ്. നിങ്ങൾ വിചാരിച്ചാൽ ഈ മൗലൂദോദര ശിർക്ക്, മക്കാം കെട്ടോ ശിർക്കിന് മാത്രമേ ചൊല്ലേണ്ട, അല്ല ഇതും കൂടി അങ്ങ് പരിപാടി കൊടുത്തോണ്ടില്ലേ. അള്ളാഹു റാസുൽ തെച്ചിട്ടുള്ള അത് ദിന്നത്തിൽ ഞറഞ്ഞറാൻ ചൊന്നുകൊണ്ടുണ്ട്. അപ്പൊ ആൾമാർ എന്തിനു ഭരിക്കുന്നു? അള്ളാഹു ആൾമാർ എന്തിനു ഭരിച്ചത്? ആൾമാർ ഒരു മനുഷ്യരെ പോലത്തെ പഠിച്ചോണം എന്ന് ഈ ഈമാന്റെ മനുഷ്യന്മാർക്കുള്ള ഈമാന്റെ നശിപ്പിച്ചങ്ങായിട്ടിരിക്കുന്നത്. അല്ലാണ്ട് അങ്ങ് ഈമാൻ തൗഹീദ് ഉണ്ടാക്കിയെന്തോ അല്ല. ആൾമാരെതിർ പൊട്ടീസാക്കുക, മക്കാം സിയാറ, ഇത് മക്കാം കെട്ട് സിർക്ക്, അത് സിർക്ക്, ഇത് കുഫറും ചൊല്ലേണ്ട. അല്ലാണ്ട് ആ പ്രത്യക്ഷത്തിൽ ആൾമാർ വെച്ചിട്ട് ഇത് ഉണ്ട്.
അതിനെ വിട്ട് അതിനെ പിറവത്തെ പോയങ്ങായിട്ട്. പക്ഷെ അങ്ങ കൊണ്ടുപോയത് മുസ്ലിമീങ്ങളെ ശിർക്കും ഇസ്ലാമിനെ തൊട്ട് പുറത്തും കുഫ്രിയത്ത് അങ്ങ് എത്തുപാട്ടില്. അള്ളാഹുടെ സംബന്ധിച്ച് അങ്ങനെ അങ്ങ് പടിപാട്ടി കൊടുക്കരുത്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പടപ്പുകളെ പോലെ അല്ലേ അല്ല, അവൻ പടപ്പുകളെ തൊട്ട് എത്രയോ അലം യഖുൽ ലഹു കുഫുവൻ അഹദ് എന്ന് ചൊന്നിട്ടില്ല ഖുർആനിൽ. അപ്പൊ ഈ ആയത്ത് നമുക്കൊന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ذلك عيسى بن مريم قول الحق الذي فيه يمترون ما كان لله أن يتخذ من ولد سبحانه إذا قضى أمرا فإنما يقول له كن فيكون. ذلك നാവിടെ കൂടി പല്ലുടെ കൂടി തട്ടിട്ട് ذلك عيسى بن مريم قول الحق الذي فيه يمترون. ലാസ്റ്റ് നൂന് കണ്ടേ നിപ്പാട്ടൊമ്പത്തുക നൂന് ബായി മുಚ್ಚకు തീരാ ರಾಗ കേൾക്കണം. يمترون ما كان لله അള്ളാഹ് എന്ന് ഞങ്ങൾ ചൊല്ല. അത് അതിക്ക് മുന്നൽ ഫത്ഹ അല്ലെങ്കിൽ ലമ്മിനെ മാത്രം. കസ്ര ബന്നെങ്കിൽ ഞങ്ങൾ തർക്കീക്കാക്കി ഉച്ചരിക്കുന്നത് ലില്ലാഹി അയ്യത്തഖിദ മിൻ വലദിൻ സുബ്ഹാനഹ്. ഇതൊന്ന് ചന്താക്കി നിങ്ങൾ പഠിക്കണം. അപ്പൊ ബാക്കി പക്കത്തിൽ ഓട്ടോമാറ്റിക് നിങ്ങൾ ഓത്തിങ്ങനെ ആവും. അയ്യത്തഖിദ മിൻ വലദിൻ സുബ്ഹാനഹ്. അവിടെ നൂനൽ പിന്നെ യാ വന്നത് ഇത് കാമ്പികുന്ന മ്യൂ വലത്. അവിടെ നൂനൽ പിന്നെ വാവ് വന്നത് അവിടെ ഇത് കാമ്പികുന്ന. അയ്യത്തഖിദും ഇത് കാമ്പികുന്ന, മ്യൂ വലതും ഇത് കാമ്പികുന്ന. വലദിൻ സുബ്ഹാന ഇഖ്ഫാ. അപ്പൊ ഇത് നിയമ ചിലപ്പോ ഇത് കാമെന്തരെ ഇഖ്ലാബെന്തരെ വന്നാവില്ല. ഈ രീതി ഓതി പഠിച്ചു വെക്കുക. അയ്യത്തഖിദ മിൻ വലദിൻ സുബ്ഹാന ഇദാ ഖദാ അംറൻ فإنما نون معنيكنا فإنما يقول له كن فيكون. صدق الله العلي العظيم. മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. കാതെടുത്ത് എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ, ഖൈർ പ്രദാനം ചെയ്യട്ടെ, സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.